8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. ഫലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസിന് സിപിഎമ്മിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിലമ്പൂർ മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് മൂത്തേടം കുറ്റിക്കാട് നടന്ന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രചാരണത്തിൽ ആര്യടൻ ഷൗക്കത്തിന് കരുത്ത് പകർന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഏകദിന പ്രചരണ പരിപാടി സംഘടിപ്പിച്ചത്. എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എംപിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങളുടെ പ്രതിനിധിയെ തെരഞ്ഞെടുത്തോളൂ എന്ന് പറയാനാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ഈ മണ്ഡലത്തിൽ പര്യടനം. വീണ്ടും അവരാളെ തന്നെ തെരഞ്ഞെടുക്കുക. എന്നാൽ പിന്നെ ഈ 5-8 മാസം കൂടി അവർക്ക് അവരുടെ പ്രതിനിധിയെ നിലനിർത്താൻ കഴിഞ്ഞോ? നിലനിർത്താൻ പോലും പറ്റാത്ത അത്ര വലിയ അവഗണന ജനങ്ങളോടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് MLA രാജിവെച്ചത്. LDF ഇടതുപക്ഷ MLA രാജിവെച്ചത്. മലയോര മേഖലയിലെ വിഷയങ്ങള് പറ്റൂല എന്നുള്ളത് മന്ത്രി തന്നെ ദിവസം പറഞ്ഞുകൊണ്ട് അതിന്റെ വനം വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുലി പിടിച്ചാൽ പറയും ഞാൻ എന്ത് ചെയ്യണം, ആന ചവിട്ടിയാൽ പറയും ഞാൻ എന്ത് ചെയ്യണം. പിന്നെ ഇതിനാണ് ഇനിയിപ്പോ ഇടതുപക്ഷത്തിന്റെ ഒരാളെ വീണ്ടും എലക്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു അതാണ് തങ്ങൾ ഇറങ്ങിയത്. ഞങ്ങളുടെ കാലത്ത് ശിഹാബ് കാലത്ത് അതുപോലെ ഞങ്ങളുടെ കാലത്ത് ഉമ്മൻചാണ്ടിയുള്ളപ്പോ ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്, ഇനിയും പറ്റും, ഞങ്ങൾ ശരിയാക്കി തരാം, ഞങ്ങൾ ഇതിന് പരിഹാരം കാണാം. അതിന്റെ മുമ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് മുമ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നാട്ടിലൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, UDF-ന് എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യണം. പിന്നെ ഇടയിൽ കുറെ ആളുണ്ട്, അവർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, നമുക്കും അറിയാം, വോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, ആ വോട്ട് വേസ്റ്റാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. BJP ഉണ്ട്, കുറെ സ്വതന്ത്രന്മാരുണ്ട്, അതിലിപ്പോ പഴയ MLA ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ടാവും. അതുകൊണ്ടെന്താ കാര്യം? പിന്നെ ഇലക്ഷൻ സമയത്ത് വന്ന് ഇതുവരെ ഇല്ലാത്ത കുറെ ഇഷ്യൂസ് പച്ച കളവെന്ന് പറയാണ്. അവരൊരുമിച്ച് കൂടിയിരുന്നതിന്റെ ഫോട്ടോ ഒക്കെ ഈ നാട്ടിലുണ്ട്. ഞങ്ങൾ പോലെ അങ്ങാടി പോലും കണ്ടിട്ടില്ല, അങ്ങാടിയിൽ വന്ന് പച്ച കളവ് പറഞ്ഞാൽ എന്തൊരു കഷ്ടാണ്. അതുപോലെ തന്നെ പലസ്തീൻ കൂടെ കേസി പറഞ്ഞു. പലസ്തീൻ കാര്യം പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അത്ര അർഹതയുള്ള ഒരു പാർട്ടിയും ജനിച്ചിട്ടില്ല എന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ കാലം തൊട്ട് പലസ്തീൻകാർക്ക് പേരിച്ചര നയവും മറ്റുമൊക്കെ ആയിട്ട് പലസ്തീന് വമ്പിച്ച പിന്തുണ, ഇസ്രായേലിന്റെ അക്രമങ്ങളെ ഏത് കാലത്തും അപലപിച്ച പാർട്ടി, കേന്ദ്ര ഗവൺമെന്റ് ആർക്കായതൊക്കെ അറിഞ്ഞൂടാ. ഇന്ത്യ രാജ്യത്തിന്റെ നയം ലോകോത്തരമായി പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഇപ്പോൾ കാണുന്ന അതിക്രമങ്ങൾക്ക് ഒക്കെ എതിരായി ഉറക്കെ ശബ്ദിച്ചത് ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് അതിന് കോൺഗ്രസിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രം ഇപ്പൊ വന്നിട്ട് ഇലക്ഷൻ കാലത്ത് വർത്താനം പറയാൻ ആരായാലും. ന്യൂസ് ബ്യൂറോ, മൂത്തേടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.